അങ്ങനെ ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ ലച്ചുവിനും ഭയങ്കര പാടാണ് കേട്ടോ. ലച്ചുവിന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊരാഴ്ചത്തോളം വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്ന് അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇരുന്ന് നമുക്ക് ഈ ഞായറാഴ്ച ഒരു ദിവസമല്ലേ എല്ലാവരും കൂടെ ചേർന്ന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഏട്ടന് അതിന് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഏട്ടൻ അങ്ങനെ എന്നെ എല്ലാ വീക്കെൻഡിലും പുറത്ത് കൊണ്ടുപോകാറുണ്ട്. ഒരുപാട് ദൂരം പോയില്ല എന്നുണ്ടെങ്കിലും ബൈക്ക് എടുത്ത് ഒരു റൗണ്ട് അടിച്ചിട്ട് വരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് പോയി ചിറ്റൂർ എത്തുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ സംഭവം കണ്ടത്. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. ഞാനിത് രണ്ടാമത്തെ തവണയാണ് കഴിക്കുന്നത്. ആദ്യത്തെ തവണ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വലിയൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് സെക്കൻഡ് ടൈമാണ് കേട്ടോ. ലച്ചു ഫസ്റ്റ് ടൈമാണ് അത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ പനയിൽ നിന്ന് കിട്ടുന്ന തെളിവ് കേട്ടോ. നമ്മളവിടെ തെളിവ് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ മറ്റുള്ള സ്ഥലത്ത് എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ലച്ചുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കള്ളിൻ്റെ നല്ല സ്മെല്ലും അതിനകത്ത് വരും. നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ് സാധനം. ആദ്യം ഞങ്ങൾ തെളിവ് മാത്രമാണ് വാങ്ങിച്ചത്. രണ്ടാമത് നമ്മൾ ഇളന്നനും കൂടി ഇട്ടിട്ട് വാങ്ങിച്ചു കേട്ടോ. ഇളന്നൻ എന്ന് പറയുന്നത് നമ്മുടെ നൊങ്കാണേ. അപ്പോൾ ഇളന്നനും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. ലച്ചു പിന്നെ ഫസ്റ്റ് ടൈം കഴിച്ചതോടെ നിർത്തി. രണ്ടാമത്തെ തവണ കൊടുത്തപ്പോൾ അവൾ അതിനകത്തുള്ള ഇളന്നൻ മാത്രം പറക്കി കഴിച്ചിട്ട് അവൾ നിർത്തിയിട്ടാ. പിന്നെ ബാക്കിയുള്ളത് ഞാനും കൂടെ കഴിച്ചു. അതുകൊണ്ടാണ് ഞാൻ കഴിക്കണതുകൊണ്ടാണ് ക്യാമറ പല ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു സാധനം. നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അടിപൊളി സാധനമാണ്.